അച്ചാച്ചൻ രശ്മിയുടെയും ബർത്ത്ഡേക്ക് നമ്മൾ ലുലുവിൽ നേരത്തെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ പോയി മേടിച്ചു. ഒക്ടോബർ 14 ആയിരുന്നു ബർത്ത്ഡേ. നമ്മൾ ചെന്നപ്പോൾ വലിയൊരു തിരക്കില്ലായിരുന്നു. അപ്പം നമ്മൾ കേക്കിൻ്റെ അവിടെ ചെന്നു. കേക്ക് അവരെടുത്ത് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു മാമിനോടാണ് പറഞ്ഞിരുന്നത്. അപ്പം കേക്കിൻ്റെ ഇൻചാർജുള്ള അപ്പോൾ അവർ നമുക്ക് എല്ലാം എടുത്തു തന്നു. നമ്മൾ അവിടെ നിന്ന് അത് മേടിച്ചുകൊണ്ട് ബെസ്റ്റ് ബേക്കേഴ്സ് കലക്ടറേറ്റിൻ്റെ അവിടുത്തെ പോയി. അവിടെ നിന്ന് കുറേ സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ രശ്മിയൊക്കെ വന്നു. പ്രയറെല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ കേക്കെല്ലാം മുറിച്ചു. അപ്പം അതിൻ്റെ കൂടെ തന്നെ അവിടെ മോം ടു ബിയുടെയും കൂടെ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ മുറിച്ചു. അങ്ങനെ ബർത്ത്ഡേയും മോം ടു ബി ഫങ്ഷനും ഒരുമിച്ച് നമ്മൾ സെലിബ്രേറ്റ് ഒന്ന് ചെയ്തു. കഴിഞ്ഞ അടുത്ത ദിവസം നമ്മൾ ലുലുവിൽ പോയി ഷോപ്പിങ്ങിന്. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലോട്ടുള്ള സാധനമൊക്കെ മേടിച്ചുകൊണ്ട് അന്ന് തിരിച്ചു പോന്നു. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഷെറിൻ വന്നിട്ടുണ്ടായിരുന്നു. ഷെറിൻ ഞാനും കൂടെ നമ്മുടെ സെൻറ്റ് ജോസഫിൻ്റെ ഇപ്പുറത്തെ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് താലിയിൽ പോയി ഒരു കോഫി കുടിച്ചു. കോഫി കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു. ചിക്കൻ ദോശയും ബീഫ് ദോശയൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് പോരുമായിരുന്നു. കാര്യം വൈകുന്നേരമായിരുന്നു, അത് കാരണം പിന്നെ അവിടെ ഇരുന്ന് കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. പിന്നെ ഞങ്ങൾ പ്ലേറ്റിൽ ഞാനും ഷെറിനും കൂടെ കയറി. അവളവിടുന്ന് സ്നാക്സൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് വെള്ളവും മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത് ഞങ്ങൾ അൾട്രാസിയിൽ നിന്ന് ഫുഡ് പിറ്റേ ദിവസം ഓർഡർ ചെയ്തായിരുന്നു. അവിടുന്ന് ചിക്കൻ മന്തിയാണ് മേടിച്ചത്. അവരുടെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഇന്ന് അപ്പച്ചൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ മീനടത്തിന് പോയി. കല്ലറയിൽ ധൂപമൊക്കെ വെച്ചു. ധൂപം വെച്ചിട്ട് നമ്മൾ അപ്പച്ചൻ്റെ അനിയൻ്റെ വീട് അവിടെയുണ്ട് അടുത്ത് തന്നെ. അവിടെ പോയി കസിൻസിനെ എല്ലാം കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഷെറിൻ പോയപ്പം ഞാനും കൂടെ ടൗണിൽ പോയി. പിറ്റേ ദിവസം ഇവിടെ പ്രയർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ചൻ്റെ ഓർമ്മയ്ക്ക്. പിന്നെ ഇലക്ഷൻ്റെ അന്ന് രാവിലെ എം ഡിയിലായിരുന്നു വോട്ട്. അവിടെ പോയി വോട്ട് ചെയ്തിട്ട് ലീന വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ടൗണിൽ ചെന്ന് നമ്മൾ വാഴ മൂവിയൊക്കെ കണ്ടു. അടുത്ത് കണ്ടത് നല്ലൊരു മൂവിയായിരുന്നു.